മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാനവരാശിക്ക് ഏറ്റവും പ്രത്യാശ പകരുന്ന ഒരു ചരിത്ര സംഭവമാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാന സംഭവം വിവരിക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ യേശു സ്വജീവൻ നൽകിയതും മരണത്തിൽ നിന്നുള്ള അവൻ്റെ ഉയർപ്പുമാണ് മാനവകുലത്തിന് നിത്യരക്ഷയ്ക്ക് കാരണമാകുക. ഈസ്റ്റർ ഞായറിന് തൊട്ടു മുൻപുള്ളത് അതിവിശുദ്ധമായ ഒരു രാത്രിയാണ്. മനുഷ്യമക്കൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വന്ന യേശു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്ന രാത്രിയാണത്. തുടർന്ന് വരുന്ന ഈസ്റ്റർ പ്രഭാതമാകട്ടെ ഏറ്റവും മനോഹരമായ പ്രഭാതമാണ്. യേശുവിൻ്റെ മരണം ശിഷ്യർക്കും അവനെ പിന്തുടർന്ന മറ്റുള്ളവർക്കും കുറച്ച് സമയത്തേക്കെങ്കിലും നിരാശയ്ക്ക് കാരണമായി. എങ്കിൽ അവൻ പറഞ്ഞിരുന്ന ഈ മൂന്നാം ദിനം സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ ആനന്ദദായകമായി മാറുകയാണ്. കാരണം യേശു സർവമഹത്വത്തോടെ ഉയർത്തിരിക്കുന്നു. അവൻ്റെ ഉയർപ്പ് മാനവകുലത്തിന് മുഴുവൻ ഉന്മേഷം പകരുന്നതാണ്. കാരണം ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് നിത്യജീവിതത്തിനുള്ള അച്ചാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിത്യം ജീവിച്ചിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാനും അവനെ അനുദിന ജീവിതത്തിൽ അന്വേഷിക്കുവാനും അവനോടൊപ്പമുള്ള ജീവിതത്തെ കാംക്ഷിക്കുവാനുമാണ് തിരുവചനവും വിശ്വാസ പാരമ്പര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് യേശുവിൻ്റെ കല്ലറയിൽ നിന്നിരുന്ന ദൂതൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവനിവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. ജീവിച്ചിരുന്നപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരുപാട് മനുഷ്യരെ ഈ ഭൂമി കണ്ടിട്ടുണ്ട്. സാമ്രാജ്യങ്ങളും അധികാരങ്ങളും തത്വസംഹിതകളും ഒരുപാട് ഈ ഭൂമിയിൽ നിലനിന്നിട്ടുണ്ട്. എന്നാൽ മരണശേഷം ഉയർത്ത് നിത്യമായി ജീവിക്കുന്ന തന്നിലും പിതാവിലും വിശ്വസിക്കുന്നവർക്ക് നിത്യമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു വ്യക്തിത്വം ഈ ഭൂമിയിലില്ല. ജീവിച്ചിരിക്കുന്ന യേശു മാത്രമാണ് കാലങ്ങളെയും സമയങ്ങളെയും അതിലംഘിച്ച് ജീവൻ്റെ ഉറവിടമായി നിലകൊള്ളുന്നത്. ജീവിതശേഷം മരണത്തിലൂടെ മറവിയിലേക്ക് കടന്നുപോയിരുന്ന മാനവ ചരിത്രങ്ങൾക്ക് പുതിയൊരർത്ഥവും തലവുമാണ് യേശു കൊണ്ടുവരുന്നത്. ഇനി മുതൽ നിത്യമായ ജീവിതമെന്നൊരു സാധ്യത മനുഷ്യർക്ക് മുന്നിൽ തുറക്കുകയാണ്. ഭൗമികമായ ജീവിതമെന്ന അതിരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കുവാനും സ്വർഗീയമായ ഒരു വാസസ്ഥലവും ദൈവത്തിനൊപ്പമുള്ള നിത്യമായ ജീവിതവും യേശുവിൻ്റെ ഉയർപ്പ് മാനവരാശിക്ക് നൽകുന്നു. ദൈവത്തെ തേടുന്നവർക്ക് നിത്യതയെന്ന അതുല്യ സമ്മാനം യേശുവിൻ്റെ പുനരുത്ഥാനം മാത്രമാണ് നൽകുന്നത്. കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട യേശുവിനെ തേടിയെത്തുന്ന സ്ത്രീകളാകട്ടെ യേശുവിൻ്റെ ശിഷ്യന്മാരാകട്ടെ അവരുടെ ജീവിതത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റപ്പെടുമെന്നതാണ്. താൻ ഈ ഭൂമിയിലെ അധികാരങ്ങൾക്ക് മുന്നിൽ ഏൽപ്പിക്കപ്പെടുമെന്നും തനിക്ക് സഹനത്തിൻ്റെ കാസ കുടിക്കേണ്ടി വരുമെന്നും യേശു മുൻപേ തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചിരുന്നതാണ്. ഒപ്പം മൂന്നാം ദിനത്തിൽ താൻ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും ലൗകികമായ ആവശ്യങ്ങളിലേക്കും വാക്കുകളിലേക്കും ചിന്തകളിലേക്കും മാത്രം ഒതുങ്ങിപ്പോകുന്ന സാധാരണ ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും അവൻ മുൻപോട്ട് വയ്ക്കുന്ന നിത്യജീവിതമെന്ന യാഥാർത്ഥ്യവുമൊക്കെ മനസ്സിലാക്കുവാൻ എളുപ്പമല്ല.
കൂടെ വസിച്ചവരും അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അപ്പം ഭക്ഷിച്ചവരും സൗഖ്യം നേടിയവരുമൊക്കെ നിത്യതയെക്കുറിച്ചുള്ള അവൻ്റെ വാക്കുകളെ ഏറെയൊന്നും വ്യക്തതയോടെ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഉയർപ്പിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ വീണ്ടും സംശയിക്കുന്നത്. എന്നാൽ ഉദ്ധിതനെ മനസ്സിലാക്കുവാനുള്ള ദൈവീക കൃപ അവർക്ക് ലഭിച്ചപ്പോൾ അവർ സന്ദേഹങ്ങൾക്കും ആശ്ചര്യത്തിനും അപ്പുറം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരുത്തുറ്റ സാക്ഷികളായി രൂപാന്തരപ്പെട്ടു. ഉയർപ്പിനെയും നിത്യജീവിതത്തിനെയും കുറിച്ചുള്ള ശിഷ്യരുടെ അവ്യക്തമായ ചിന്തകളെ യേശുവിൻ്റെ ഉത്ഥാനം ശക്തിപ്പെടുത്തുന്നു. മഹത്വത്തോടെ നിത്യം ജീവിക്കുന്ന യേശുവിൻ്റെ സാക്ഷികളാകുവാനും അവൻ തുറന്നു വയ്ക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ വലിയ സാധ്യതയിലേക്ക് ഓരോ മനുഷ്യരെയും ക്ഷണിക്കുവാനും കൈപിടിച്ച് നടത്തുവാനും ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പരസ്പര സഹായവും താങ്ങുമാകുവാൻ സാഹോദര്യമെന്ന വലിയ ചിന്തയിൽ വളരുവാൻ ശിഷ്യന്മാർ തയ്യാറാകുന്നു. ഉദ്ധിതൻ നൽകുന്ന പ്രത്യാശയിലും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളിലും യേശുവിൻ്റെ രണ്ടാം വരവിനായുള്ള കാത്തിരിപ്പിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പങ്കുവയ്ക്കലിലും ഒരുമിച്ചായിരുന്നു കൊണ്ട് ആദിമ ക്രൈസ്തവ സഭയും ഇതുതന്നെയാണ് ചെയ്തത്. ഓരോ ഉയർപ്പ് തിരുനാളും ക്രിസ്തു ശിഷ്യർക്ക് നൽകുന്നത് സാക്ഷ്യത്തിനായുള്ള ഈ ഒരു വിളിയാണ്. വിശ്വാസത്തിൽ നമ്മെ ഒന്നാക്കുന്ന സാഹോദര്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യത്തിലേക്കാണ് ഉയർപ്പ് തിരുനാൾ നമ്മെ വിളിക്കുന്നത്. യേശുവിനെപ്പറ്റി വ്യക്തിപരമായ ബോധ്യങ്ങളോ അവനിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവങ്ങളോ ഇല്ലാതിരുന്നിട്ടും മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി അവനെ കുരിശിൽ തറച്ചവരോട് പോലും അതിരുകളില്ലാതെ ക്ഷമിച്ചതിൻ്റെ അനുഭവമാണ് യേശുവിൻ്റെ ഉയർപ്പ് വിളിച്ചോതുന്നത്. സ്നേഹിച്ച് കൂടെ കൂട്ടിയ ശിഷ്യന്മാർ തങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുവാൻ വേണ്ടി മുറിക്ക് ഉള്ളിൽ ഒളിക്കുമ്പോഴും അവർക്ക് നിത്യരക്ഷ നൽകുവാൻ വേണ്ടി മരണത്തിൽ നിന്ന് ഉയർത്തവൻ്റെ ഓർമ്മയാണ് യേശുവിൻ്റെ ഉത്ഥാന തിരുനാൾ പകർന്നു നൽകുന്നത്. അതിരുകളില്ലാത്ത പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ പുതുജീവനാകുന്ന അനുഭവമാണ് ഉയർപ്പ് തിരുനാളിൽ നാം കാണുന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് യേശുവിൻ്റെ ഉയർപ്പ് ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യം പകർന്നു നൽകി. ലോകം മുഴുവനും ജീവനും രക്ഷയും നൽകുവാനായി കുരിശുമരണത്തിലൂടെ സ്വജീവിതം പിതാവിന് ബലിയായി അർപ്പിച്ച ക്രിസ്തു വിശാലമായ മാനവികതയിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. കേട്ടുകേൾവികൾ വച്ച് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാനും കുരിശിലേറ്റുന്നവരോട് ഉപാധികളില്ലാതെ ക്ഷമിക്കുവാനും ഒറ്റയ്ക്കാക്കിയവർക്കും കൈവിട്ട് അകലുന്നവർക്കും രക്ഷയും ജീവനുമേകുവാനും ഉദ്ധിതനായ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. ഒപ്പം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനും ലോകത്തിൻ്റെ അതിരുകളോളം അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകുവാനും ഉത്ഥാന തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു. മരണശേഷമുള്ള ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ശക്തമായ ബോധ്യവും അത് നൽകുന്ന രക്ഷയെക്കുറിച്ചുള്ള അനന്തര നടപടികളും എല്ലാം ആണല്ലോ വിശ്വാസം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പൗലോസ്ലീഹായുടെ വാക്കുകളിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലാക്കുന്നതും ആ സത്യം പ്രഘോഷിക്കുന്നതുമാണ്. എല്ലാം പൂർത്തിയായി എന്ന യേശുവിൻ്റെ വാക്കുകൾ പ്രാവർത്തികമാക്കപ്പെട്ടത് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ്. എന്നാൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കാതെ വെറും ആഘോഷങ്ങളിൽ മാത്രം നാം ഒതുങ്ങുകയാണെങ്കിൽ ഈസ്റ്റർ ദിവസവും മറ്റ് ദിവസങ്ങളെപ്പോലെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സൃഷ്ടിക്കാതെ കടന്നു പോകും. എന്നാൽ വിശ്വസിക്കുകയാണെങ്കിലോ ദൈവത്തിൻ്റെ രക്ഷ
നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. മനുഷ്യരക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ സാധ്യമാക്കിയ ദൈവത്തിൻ്റെ ദാനമാണ് ഉദ്ധാന രഹസ്യത്തിൽ നാം ആഘോഷിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ മരണത്തിൻ്റെയും വേദനയുടെയും സഹനങ്ങളുടെയും കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ഉദ്ധാനം നമുക്ക് കരുത്തു പകരുന്നു. ചുറ്റിലും മരണ സംസ്കാരത്തിൻ്റെ പേടിപ്പിക്കുന്ന കുരിരുൾ തിങ്ങുന്ന ഇക്കാലത്ത് ജീവൻ്റെ തിരുനാളായ ഈസ്റ്ററിന് വലിയ പ്രസക്തിയുണ്ട്. മരണത്തിൽ നിന്നും ജീവനിലേക്കും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും ക്രിസ്തു കടന്നതിൻ്റെ സ്മരണ ഈസ്റ്റർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും കവാടം കടന്ന് ജീവൻ്റെയും വെളിച്ചത്തിൻ്റെയും നാളുകളിലേക്ക് നാമും പ്രവേശിക്കും എന്ന പ്രത്യാശയുടെ സദ്വാർത്ത ഈസ്റ്റർ നമുക്ക് പകർന്നു നൽകുന്നു. മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് മനുഷ്യൻ്റെ അബദ്ധധാരണയോടുള്ള ദൈവത്തിൻ്റെ വിയോജിപ്പാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. എന്നാൽ മരണം മനുഷ്യൻ്റെ അന്ത്യമല്ല, പ്രത്യുത നിത്യജീവൻ്റെ കവാടമാണെന്ന് ഈസ്റ്റർ പ്രവചിക്കുന്നു. സ്നേഹത്താൽ മരണത്തെ സ്വീകരിച്ചവൻ സ്നേഹശക്തി കൊണ്ട് തന്നെ സഹനത്തെയും മരണത്തെയും ഉദ്ധാന മഹിമയിൽ എത്തിക്കാമെന്ന് തെളിയിക്കുന്നു. സഹനവും മരണവും കടന്നു പോകുന്നതാണെന്നും ഉദ്ധാന ജീവൻ ശാശ്വതമാണെന്നും മരണം വരിച്ച് ബുദ്ധിതനായവൻ ലോകത്തോട് പറയുകയുണ്ടായി. സ്നേഹത്തിൻ്റെ വിസ്ഫോടനമായ ക്രിസ്തുവിൻ്റെ ജീവിതം മരണത്തിലും കല്ലറയിലും അവസാനിക്കാനുള്ളതല്ല. സ്നേഹം ശാശ്വതമാണെങ്കിൽ സ്നേഹമൂർത്തിയുടെ അന്ത്യവിശ്രമം കല്ലറയിലല്ല, നിത്യതയിലാണ്. ഇതാ സ്നേഹമായവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. സുവിശേഷകന്മാർ 4 പേരും മഗ്ദലന മറിയത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഉദ്ധാന സംഭവം വിവരിക്കുന്നത്. മഗ്ദലന മറിയമാണ് ശൂന്യമായ കല്ലറ ആദ്യം കാണുന്നതും ഉദ്ധാന വാർത്ത ആദ്യം അറിയിക്കുന്നതും. തുടർന്ന് മഗ്ദലന മറിയം സ്ത്രീഹന്മാരെ ഉദ്ധാന വാർത്ത തിടുക്കത്തിൽ അറിയിക്കുന്നു. അവർ അവൻ്റെ സ്നേഹിതരും ശിഷ്യഗണത്തിൽപ്പെട്ട അനുയായികളുമാണ്. അവനോടൊപ്പം സഹനത്തിലും മരണത്തിലും കൂടെ നിന്നവരാണവർ. മരണത്താൽ പൂരിതമാക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഉദ്ധാന വാർത്ത. അതുകൊണ്ടായിരിക്കാം ക്രിസ്തുവിൽ വിശ്വാസവും സ്നേഹവുമുള്ള ഇവർക്ക് ആദ്യം ഉദ്ധാന വാർത്ത അറിയാനും അതിൽ വിശ്വസിക്കുവാനും അവസരം ലഭിച്ചത്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കും അവനോടുകൂടി വിശ്വസ്തരായിരിക്കുന്നവർക്കുമേ ഉദ്ധാനം അറിയുവാനും ഉദ്ധാന രഹസ്യം മനസ്സിലാക്കുവാനും വരം ലഭിക്കുന്നുള്ളൂ. അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ദൂതൻ മറിയത്തെ അറിയിക്കുന്നത്. ഉദ്ധാനം മരണം പോലെ തന്നെ ക്രിസ്തു മുൻകൂട്ടി അറിഞ്ഞതും അറിയിച്ചതുമാണ്. മരണത്തെപ്പറ്റി പറഞ്ഞപ്പോഴെല്ലാം തന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നവൻ മുൻകൂട്ടി പറഞ്ഞു. ഉദ്ധാനം സാന്ദർഭികമായി സംഭവിച്ചതല്ല. പ്രത്യുത പെസഹാരഹസ്യമെന്ന രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണത്. സഹനമരണങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്നതും ഉദ്ധാനമാണ്. അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു എന്നൊരർത്ഥം കൂടിയുണ്ട്. വാക്കുപോലെ പ്രവർത്തിക്കുന്നവൻ, വാക്കും പ്രവൃത്തിയും ഒന്നായവൻ, വചനം മാംസമായവൻ, അവനാണ് ക്രിസ്തു. താൻ ഉദ്ധാനം ചെയ്യുമെന്നത് അവൻ്റെ വാക്കാണെങ്കിൽ ഉദ്ധാനം അവൻ്റെ പ്രവൃത്തിയാണ്. അവൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്നതിൻ്റെ ഏറ്റവും ശക്തവും അനിഷിധ്യവുമായ സാക്ഷ്യമാണ് ഉദ്ധാനം. അതുകൊണ്ടാകാം ഉദ്ധാനത്തെപ്പറ്റിയുള്ള ആദ്യ പ്രഘോഷണം അരുളി ചെയ്തതുപോലെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇത് സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സ്നേഹത്തിൻ്റെ അന്ത്യം മരണത്തിലേക്ക് മാത്രം ഒതുങ്ങുവാൻ സാധിക്കുകയില്ല. മറിച്ച് അത് നിത്യതയിലേക്കുള്ള
ഒരു കടന്നുപോകലാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു സത്യം. ശാശ്വതമായ ഈ സ്നേഹത്തിൻ്റെ അറിയിപ്പാണ് ഉത്ഥാനത്തിലൂടെ ക്രിസ്തു തലമുറകളിലേക്ക് കൈമാറുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉത്ഥാനം ഇവയോട് മനുഷ്യൻ്റെ പ്രതികരണങ്ങളിൽ ആദ്യത്തേത് അറിഞ്ഞ ദൈവത്തെ അറിയിക്കുക എന്നതും രണ്ടാമത്തേത് അറിഞ്ഞ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതുമാണ്. അതിനാൽ യഥാർത്ഥ ഉത്ഥാന ആഘോഷമെന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം പ്രഘോഷിക്കുക എന്നതാണ്. ഉത്ഥാനം അറിയിക്കലാണ് ക്രിസ്തു ശിഷ്യരായ നമ്മുടെ പ്രേക്ഷിത കടമ. ക്രിസ്തുവിൻ്റെ കൂടെ പോകുന്നവർക്ക് കുരിശും സഹനവും ത്യാഗവും ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ അതാണ് അവസാനം എന്ന് പറയുന്ന ലോകയുക്തിക്കുള്ള മറുപടിയാവണം ക്രൈസ്തവ ജീവിതത്തിൽ നാം നൽകേണ്ട ഉത്ഥാന സാക്ഷ്യം. സമാധാനത്തിൻ്റെ സാക്ഷ്യമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സദ്വാർത്ത. സകലവിധ ഭയങ്ങളെയും അകറ്റി അസാമാന്യ ധീരതയുടെയും അളവില്ലാത്ത ആനന്ദത്തിൻ്റെയും വക്താക്കളായി മാറുവാനുള്ള ആഹ്വാനമാണ് ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്നത്. പക്ഷേ ആ സാക്ഷ്യപ്പെടുത്തലിൽ ലോകം നമ്മെ ഒറ്റപ്പെടുത്തിയാലും നാം ആരും ഒറ്റയ്ക്കല്ല. യോഹന്നാൻ സുവിശേഷകൻ്റെ വിവരണപ്രകാരം ശവകുടീരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തെ ക്രിസ്തു അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആദ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലും പേര് വിളിച്ചപ്പോൾ അവൾ ഗുരുവിനെ തിരിച്ചറിഞ്ഞ് ഗുരുവേ എന്ന് പ്രതിവചിച്ചു. അതുവരെ കരഞ്ഞും തിരിഞ്ഞും പരാതി പറഞ്ഞും ആളെ തിരിച്ചറിയാൻ വയ്യാതെയും നിന്ന മറിയം പിന്നെ പൂർണ്ണ തൃപ്തിയായി, പരാതികളൊന്നും ഇല്ലാത്തവളായി, ഉത്സാഹവതിയായി രൂപാന്തരപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ ഉദ്ധിതനെ വിളി കേൾക്കുവാനും അതിന് പ്രത്യുത്തരം നൽകുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷിയായവർ അനുഭവിച്ചതും ആനന്ദിച്ചതും അറിയിച്ചതും അന്ത്യവിധിയിലെ ഉയർപ്പിൻ്റെ പ്രത്യാശ മാത്രമല്ല, അവർക്കത് വർത്തമാനകാല യാഥാർത്ഥ്യ അനുഭവമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അന്ത്യവിധിയിലെ ശരീരങ്ങളുടെ ഉയർപ്പിൻ്റെ പ്രത്യാശയോടൊപ്പം ഇന്നിൻ്റെ അനുഭവമാകണം അത്. സ്നേഹത്തിൻ്റെ തിരിതെളിയിക്കുന്ന ഉദ്യമങ്ങളിലും കാരുണ്യത്താൽ കണ്ണീരൊപ്പുന്ന പ്രവൃത്തികളിലും ഉദ്ധിത സ്നേഹത്തിൻ്റെ അതിജീവന ശക്തിയുണ്ട്. തിന്മയ്ക്കെതിരായ പോരാട്ടങ്ങളിലും നന്മയ്ക്കൊപ്പമുള്ള നിലപാടുകളിലും സമൂഹത്തെയും നീതിയെയും പിന്തുണയ്ക്കുന്ന പ്രവൃത്തികളിലും ഉത്ഥാനം ഇന്നിൻ്റെ അനുഭവമാവുകയാണ്. നിരാശയെ അതിജീവിക്കുന്ന പ്രത്യാശയായും വെറുപ്പിനെ മറികടക്കുന്ന സ്നേഹമായും ആത്മാവിനെ ബലപ്പെടുത്തുന്ന വിശ്വാസമായും ഉദ്ധിതൻ നമ്മിലേക്ക് ഇന്നും കടന്നു വരുന്നു. തിന്മയുടെ നിഗൂഢ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ബലവാന്മാരുടെ ഇടയിൽ നെരിഞ്ഞമരുന്ന ദുർബലരായവരുടെ കഥ എക്കാലവും നിരാശാജനകമായതും വേദന ജനിപ്പിക്കുന്നതുമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇപ്രകാരമുള്ള അനീതിയുടെ നിഴലിലും ഭീഷണിയിലുമാണ് നാം കഴിയുന്നത്. നന്മയുടെ ശക്തിയെ ഇല്ലാതാക്കിക്കൊണ്ട് തിന്മയുടെ നിഗൂഢ അനുഭവങ്ങൾ നമ്മെ കീഴടക്കുന്ന അവസ്ഥ വരെ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാറുണ്ട്. ഒരിപ്ലവും നിസ്സംഗതയും നീരസവും വിഭജനവുമെല്ലാം അടയാളപ്പെടുത്തുന്ന കാലഘട്ടം. മനുഷ്യ സൃഷ്ടിയായ തിന്മ ദൈവികതയെ ശത്രുവായി കരുതുന്നത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, മറിച്ചത് ആദ്യം മുതൽ തന്നെ അപ്രകാരമായിരുന്നു. എന്നാൽ ഇവയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുക മാനുഷികമായി അസാധ്യമാണ്. ഇവിടെയാണ് യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും പ്രത്യാശയുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പകരുന്നത്. സുവിശേഷത്തിൽ യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാരും തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽപ്പെട്ടവരായിരുന്നില്ല. ക്രിസ്തു തൻ്റെ ഉത്ഥാന സാക്ഷ്യം നൽകുന്നത് ഇരുട്ടിൻ്റെ മറവിൽ വെളിച്ചം നഷ്ടപ്പെട്ടവർക്കായിരുന്നു. ജീവിതത്തിലെ ഇരുളാകുന്ന നിരാശയിലും വേദനയിലും മരണത്തിലും പ്രത്യാശയുടെ ജീവൻ്റെ സന്തോഷത്തിൻ്റെ കൃപയാണ് യേശുവിൻ്റെ പുനരുത്ഥാനം.
മരണത്തിൽ ജീവിച്ചതിൻ്റെ സൗന്ദര്യം നിറച്ച ദൈവമാണ് നമുക്കുള്ളത്. ഓരോ ക്രിസ്ത്യാനിയും ഇരുൾ നിറഞ്ഞ താഴ്വരയിൽ പ്രത്യാശയുടെ വാഹകനാണ്. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസ ഉറപ്പിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കൃപയാണ് പ്രത്യാശ. ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസമാണ് പ്രത്യാശയെ പരിപോഷിപ്പിക്കുന്ന ജീവരക്തം. അത് മനുഷ്യന് നന്മയുടെ പ്രതീകങ്ങൾക്ക് ഇടം നൽകുന്നു. തിന്മയുടെ നിഗൂഢതയെ ചെറുക്കുവാനും പോരാടുവാനും പര്യാപ്തമല്ലാത്ത നമ്മുടെ മാനുഷിക ശക്തിക്കുമേൽ കർത്താവിൻ്റെ കൃപയുടെ ശക്തി ചേർത്ത് വയ്ക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിൻ്റെ പുതിയ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇപ്രകാരം യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പ്രത്യാശയുടെ ഒരു പുതിയ സാർവത്രിക കുടുംബം രൂപമെടുക്കുന്നു. അതിനാൽ നന്മയും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു പുനരുത്ഥാന അനുഭവം നമുക്കേവർക്കും ഉണ്ടാകട്ടെ. ഉദ്ധിതനായ ക്രിസ്തു നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.